ജിസയിലും കുറച്ച് പാവാട താങ്ങികളും ഇങ്ങനൊരു കമന്റ് കണ്ടിരുന്നു ബിഗ് ബോസ് മലയാളം സീസൺ 7 പല വീഡിയോകൾക്കും അടിയിൽ, അല്ലെങ്കിൽ ഇപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ട് നടക്കുന്ന ജിസേൽ അനുമോൾ ഇഷ്യൂവിൽ. അപ്പോൾ ഇതിനെക്കുറിച്ച് നമ്മൾ പറയുമ്പോൾ ജിസേലിനെ സപ്പോർട്ട് ചെയ്ത് കുറച്ച് പേര്, കുറച്ച് മെയിൽ കണ്ടസ്റ്റൻസ് ബിഗ് ബോസ് ഹൗസിനുള്ളിലുണ്ട്. മെയിൽ കണ്ടസ്റ്റൻസ് മാത്രമല്ല, ഫീമെയിൽ കണ്ടസ്റ്റൻസും ഉണ്ട്. അപ്പോൾ അവര് സപ്പോർട്ട് ചെയ്യുമ്പോൾ, ജിസേലിന് വേണ്ടി സപ്പോർട്ട് ചെയ്യുമ്പോൾ അവര് എടുത്തു കാണിക്കുന്നത് നമ്മുടെ അനുമോൾ ചെയ്ത തെറ്റുകളാണ്. ഇവരെങ്ങനെയാണ് ഈ രണ്ട് തെറ്റുകൾ കമ്പയർ ചെയ്ത് സംസാരിക്കുന്നത് എന്ന് മാത്രം അറിഞ്ഞുകൂടാ. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു സീസണിൽ ജിസേലിനെ സംബന്ധിച്ച് ഒരു മികച്ച ഗെയിമറാണ്, നല്ല രീതിയിൽ സംസാരിക്കുന്നുണ്ട്, ആർഗ്യൂ ചെയ്യുന്നുണ്ട്, നല്ലൊരു ആക്റ്റീവ് ആയിട്ടുള്ള കണ്ടസ്റ്റന്റ് കൂടിയാണ് ജിസേൽ. അനുമോളിനെ നമുക്ക് ആ ഒരു കാറ്റഗറിയിൽ പെടുത്താനേ സാധിക്കത്തില്ല. ഒരു വാഴ കണ്ടസ്റ്റന്റ് എന്ന് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് അനുമോളെ പറയാം. ബട്ട് ഈ ഒരു കഴിഞ്ഞ ദിവസങ്ങളിൽ നടന്ന ആ ഒരു ഇഷ്യൂവിന്റെ പേരിൽ അനുമോള് നമ്മുടെ ജിസേല് ഈ പറയുന്നത് പോലെ മേക്കപ്പ് ഐറ്റംസ് ഉപയോഗിച്ചു, അത് കണ്ടുപിടിച്ചു, അതൊക്കെ പറഞ്ഞ സംഭവങ്ങളുണ്ടല്ലോ. അപ്പം അതുമായി ബന്ധപ്പെട്ട് നോക്കുമ്പോൾ നമ്മുടെ അക്ബർ ഖാൻ, അതുപോലെ തന്നെ അപ്പാനി ശരത്ത്, ആര്യൻ, അതുപോലെ ബിന്നി, സരിക, ഇങ്ങനെ കുറച്ച് പേര്, ഈ പറയുന്ന പോലെ നെവിനും ഉണ്ട് കൂടെ. ഇവർ ഈ കുറച്ച് പേര് ഈ പറയുന്ന ജിസേലിനെ വല്ലാണ്ട് അങ്ങോട്ട് താങ്ങി നിർത്തുക, അല്ലെങ്കിൽ വല്ലാണ്ട് സപ്പോർട്ട് ചെയ്യുക. അത് പറയുന്നത് നമ്മുടെ അനുമോള് കിച്ചണിൽ നിന്ന് പച്ചക്കറി ഐറ്റംസ് എടുത്തു, ചപ്പാത്തി കട്ട് തിന്നു, ഇതൊക്കെ പറയുന്ന ഒരു ഫുഡ് ഐറ്റംസ് ആണ്. ബിഗ് ബോസ് ഹൗസിനുള്ളിൽ കണ്ടസ്റ്റൻസിന്റെ പ്രൊവിഷനും കാര്യങ്ങളുമാണ്. അപ്പം ആ ഒരു പ്രൊവിഷനും കാര്യങ്ങളും എടുത്തു, അത് ബിഗ് ബോസ് ഹൗസിനുള്ളിലെ കണ്ടസ്റ്റൻസ് അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞു തീർക്കാവുന്ന കാര്യങ്ങളൊക്കെ തന്നെ ഉള്ളൂ, അത് അവിടെ ഒതുങ്ങുന്ന കാര്യങ്ങളാണ്. ബട്ട് ജിസേൽ ചെയ്ത തെറ്റ് എന്ന് പറയുന്നത് ബിഗ് ബോസ് റൂളാണ് വയലേറ്റ് ചെയ്തിരിക്കുന്നത്, അല്ലെങ്കിൽ ബിഗ് ബോസ് ചെയ്യരുതെന്ന് പറഞ്ഞ കാര്യങ്ങളാണ്. മറ്റെല്ലാ കണ്ടസ്റ്റൻസിനും റിസ്ട്രിക്ട് ചെയ്തിരിക്കുന്ന കാര്യമാണ് ജിസേൽ ഒളിച്ചും പാത്തും മോഷ്ടിച്ചും ഒക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നത്, മറ്റുള്ളവരുടെ കയ്യിൽ നിന്ന് എടുത്തും ഒക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പം അതൊരിക്കലും നമ്മുടെ അനുമോള് ചെയ്തു എന്ന് പറയുന്ന കാര്യങ്ങളുമായിട്ട് ഒരിക്കലും സപ്പോർട്ട് ചെയ്യാൻ സാധിക്കത്തില്ല. അനുമോളുടെ കള്ളക്കരച്ചിലും കാര്യങ്ങളും ഒക്കെ അവിടെ മാറ്റി നിർത്തിയേക്കട്ടെ, അതവിടെ തന്നെ നിന്നോട്ടെ. നമ്മൾ ഈ തെറ്റുകളെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് അക്ബർ ഖാനൊക്കെ പറയുന്നുണ്ട് അനുമോൾ അത് മോഷ്ടിച്ചെടുത്തിട്ടുണ്ട്, അനുമോൾ ഇത് ചെയ്തിട്ടുണ്ട്. അപ്പം അങ്ങനെ ഒരു കള്ളത്തരം കാണിക്കുന്ന ഒരാൾ എങ്ങനെയാണ് ജിസേലിനെതിരെ വിരൽ ചൂണ്ടുന്നത്, ജിസേലിനെ കുറ്റം പറയുന്നത്? ജിസേൽ കുറ്റം ചെയ്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അനുമോളും കുറ്റം ചെയ്തിട്ടില്ല. രണ്ടുപേരും എങ്ങനെയാണ് ഒരേ തട്ടിൽ നമുക്ക് നോക്കാൻ സാധിക്കുന്നത്? അനുമോൾ ചെയ്തത് വേറെ, ജിസേൽ ചെയ്തത് വേറെ. സോ നമുക്ക് ഒരിക്കലും ആ ഒരു രീതിയിൽ കാണാൻ സാധിക്കത്തില്ല. അവിടെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഓൾറെഡി രണ്ട് ഗ്രൂപ്പ് ഫോം ചെയ്ത് കഴിഞ്ഞു. അപ്പം ആ ഒരു ഗ്രൂപ്പിനുള്ളിലാണ് ഇപ്പോൾ അക്ബർ ഖാൻ, അപ്പാനി, ബിന്നി, ആര്യൻ, സരിക, അതുപോലെ തന്നെ ബിൻസി ഒക്കെ ഒരു പാർഷ്യലി ആ ഒരു ഗ്രൂപ്പുമായിട്ടുണ്ട്. നെവിൻ, ഇവരൊക്കെ ഒരു സൈഡ് പിടിച്ച് അങ്ങനെ നിൽക്കുവാണ്. ജിസേൽ, ഇവരെല്ലാം ഒരു ഗ്രൂപ്പായിട്ട് അവിടെ ഫോം ചെയ്ത് കഴിഞ്ഞു. ആ ഒരു ഗ്രൂപ്പിസിന്റെ ഭാഗം തന്നെയാണ് ക്യാപ്റ്റൻസി ടാസ്കിലേക്കും ജിസേലും ആര്യനും ഒക്കെ വന്നിരിക്കുന്നത്. അവർ നല്ല ബെസ്റ്റ് പെർഫോമൻസും ചെയ്തിട്ടുണ്ട് കേട്ടോ, ഇല്ലെന്നൊന്നും പറയുന്നില്ല. ബട്ട് അവർ മാക്സിമം ഇവരെയാണ് എല്ലാത്തിനും, ഇവർ ഈ ഒരു ഗ്രൂപ്പ് അടങ്ങി നിന്ന്, ഗ്രൂപ്പ് കൂടി നിന്നിട്ടുള്ള പ്രവർത്തനം കാര്യങ്ങളും ഒക്കെയാണ് ഈ ഒരു ബിഗ് ബോസ് മലയാളം സീസൺ 7 ഇപ്പോൾ ഈ ഒരു കഴിഞ്ഞ ആഴ്ചയിൽ കണ്ടുവരുന്നത്. സോ ആ ഒരു ഗ്രൂപ്പിന് വേണ്ടി ഇവരുടെ സൈഡിൽ പല ന്യായങ്ങളും ഉണ്ടാക്കുകയാണ്. ഇവരുടെ ഗ്രൂപ്പിലെ ആൾക്കാർ എന്ത് തെറ്റ് ചെയ്തു കഴിഞ്ഞാലും അത് മറ്റുള്ള ആൾക്കാരുടെ എന്തെങ്കിലും ചെറിയ ചെറിയ തെറ്റുകളുമായിട്ട് കണക്ട് ചെയ്ത് കമ്പയർ ചെയ്ത് ഇവരുടെ തെറ്റുകൾ ഒന്നുമല്ലാതാക്കുകയും ഇവരുടെ തെറ്റുകളെ ന്യായീകരിക്കുകയും ചെയ്യുന്ന ഒരു കാര്യമാണ് കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ കണ്ടത്. അക്ബർ ഖാനൊക്കെ എടുത്തെടുത്ത് പറയുന്നുണ്ട് എങ്ങനെയാണ് ജിസേലിനെ തെറ്റുകാരിയാക്കുന്നത്, ഷാനവാസിനെതിരെ സംസാരിക്കുന്നു, ഷാനവാസ് അങ്ങനെ പറഞ്ഞത് ശരിയായില്ല. കാരണം ഷാനവാസ് ആ ഒരു സംഭവമൊക്കെ ചൂണ്ടിക്കാണിച്ച് ജിസേലിനെതിരെ സംസാരിക്കുകയൊക്കെ ചെയ്തു. അപ്പം അനുമോളെ ന്യായീകരിച്ച് സംസാരിച്ചു എന്നും പറഞ്ഞുകൊണ്ട് ഷാനവാസിനെതിരെ അക്ബർ ഖാൻ വന്നു. അപ്പം ഇതൊക്കെ ഇവർ എന്തിനാണ് ഇങ്ങനെ താങ്ങി നിർത്തുന്നത് എന്ന് മനസ്സിലായില്ല. അത് ഒന്നും രണ്ടും പേരല്ല മെയിൽ കണ്ടസ്റ്റൻസ് വെറുതെ ജിസേലിനെ താങ്ങി, വെറും പാവാട താങ്ങികൾ എന്ന് പറയുന്നത് പോലെ താങ്ങി താങ്ങി നിൽക്കുന്നത്. കാരണം ഇവരൊരു ന്യായത്തിന്റെ സൈഡിൽ, അല്ലെങ്കിൽ ഇവർ പറയുന്ന കാര്യങ്ങൾക്കൊരു ലോജിക്ക് വേണ്ടേ? ഒരു രീതിയിൽ നമുക്ക് കമ്പയർ ചെയ്യാൻ പറ്റാത്ത രണ്ട് കാര്യങ്ങൾ എടുത്തു വെച്ചിട്ടാണ് അക്ബർ ഖാനും അതുപോലെ തന്നെ അപ്പാനി ശരത്തും വാദിക്കുന്നത്. എന്തായാലും നമുക്ക് നോക്കാം. ഈ ഒരു സീസണിൽ ഓൾറെഡി രണ്ട് ഗ്രൂപ്പ് ഫോം ചെയ്ത് കഴിഞ്ഞു. അപ്പോൾ ഈ ഒരു ഗ്രൂപ്പുകളിലായിട്ട് മുന്നോട്ട് പോകുമോ, ബിഗ് ബോസിനത് ബ്രേക്ക് ചെയ്യാൻ സാധിക്കുമോ? എന്താണെങ്കിലും നിങ്ങൾ പ്രേക്ഷകരുടെ വിലയേറിയ അഭിപ്രായങ്ങളൊക്കെ ഒന്ന് പറയുക. നിലവിൽ ഫോം ചെയ്തിരിക്കുന്ന ഗ്രൂപ്പായിട്ടുള്ള അപ്പാനി ശരത്ത്, അക്ബർ ഖാൻ, അതുപോലെ തന്നെ ജിസേൽ, ബിന്നി, സരിക, നെവിനും ആ കൂട്ടത്തിലുണ്ട്, ആര്യൻ, ഇങ്ങനെയുള്ളവരുടെ ആ ഒരു ഗ്രൂപ്പ് എത്രത്തോളം നല്ലതാണ്, നല്ല രീതിയിലാണോ പോകുന്നത്, നിങ്ങൾ പ്രേക്ഷകർ ഇഷ്ടപ്പെടുന്നുണ്ടോ? ഇതിനെപ്പറ്റിയൊക്കെ നിങ്ങൾ പ്രേക്ഷകരും ഒന്ന് കമൻ്റായിട്ട് അറിയിക്കുക. നമുക്ക് നോക്കാം. എന്താണെന്നുണ്ടെങ്കിൽ ബിഗ് ബോസ് എന്താണെങ്കിലും ഇവരെ ഒന്നിച്ചു പോകാനൊന്നും അനുവദിച്ചൊന്നും വരുന്നില്ല. എങ്ങനെയെങ്കിലും ഒക്കെ അടിച്ച് പിരിയും എല്ലാം പല രീതിയിൽ. കുറച്ച് ടാസ്കും കാര്യങ്ങളും ഒക്കെ വന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും അടിയായി കഴിയുമ്പോൾ നാല് വഴിയാകും എന്നുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് എല്ലാവർക്കും തന്നെ അറിയാം. സോ നമുക്ക് നോക്കാം. കൂടുതൽ അപ്ഡേറ്റുകളുമായി മറ്റൊരു വീഡിയോയിൽ കാണാം.